നമ്മളൊരു ഷോപ്പിംഗ് ആപ്പ് തുറക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനായിരിക്കും. ഒരു ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഫോൺ കവറിന്റെ വിലയറിയാൻ. എന്നാൽ മുന്നിൽ തെളിയുന്ന ഫീഡ് ഒരു പൂന്തോട്ടം പോലെയാണ്. നിറയെ വർണ്ണങ്ങളും കൗണ്ട് ഡൗണുകളും നിങ്ങൾക്കിതും ഇഷ്ടപ്പെട്ടേക്കാം എന്ന ഓർമ്മപ്പെടുത്തലുകളും. ഒന്ന് സ്ക്രോൾ ചെയ്യും, രണ്ട് സ്ക്രോൾ ചെയ്യും, അപ്പോഴേക്കും സമയം പോകുന്നത് നമ്മൾ അറിയുകയേയില്ല. അതൊന്നും യാദൃച്ഛികമല്ല. ഓരോ സ്വൈപ്പും ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും അടുത്തതായി എന്ത് കാണുമെന്ന് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാവാം, ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം. ഈ ഒരു അനിശ്ചിതത്വമാണ് തലച്ചോറിന് ഇഷ്ടം. അടുത്തത് എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ. ഈ അവസരത്തിൽ നമ്മുടെ ബ്രെയിൻ ഒരുതരം സന്തോഷമുണ്ടാക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തു ഉണ്ടാകും. അതാണ് നമ്മളെ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ചെറിയ തരിപ്പ്. അതിൻ്റെ കൂടെ ഫ്ലാഷ് സെയിലും സ്റ്റോക്ക് തീരാറായി എന്ന മുന്നറിയിപ്പും കൂടിയാവുമ്പോൾ നമ്മൾ ചിന്തിക്കും മുമ്പേ ബൈ നൗ എന്ന ബട്ടൺ അമർത്തിയിരിക്കും. നമ്മുടെ ഓരോ ക്ലിക്കിന് പിന്നിലും, ഓരോ നിമിഷത്തെ നിശബ്ദതയ്ക്ക് പിന്നിലും ആൽഗോരിതങ്ങളുടെ കണ്ണുകളുണ്ട്. അവ നമ്മുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ വിരൽ നിൽക്കുന്നതെന്നും എന്താണ് നമ്മളെ കൂടുതൽ നേരം പിടിച്ചിരുത്തുന്നതെന്നും അവ പഠിക്കും. എന്നിട്ടത് നമ്മളെ അവിടെ തന്നെ നിർത്താനും കൂടുതൽ പണം ചെലവഴിക്കാനും വേണ്ടത് മാത്രം മുന്നിലേക്ക് നീട്ടും. ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും പണം മാത്രമല്ല. ഓരോ സ്വൈപ്പിലും നമ്മളറിയാതെ ചോർന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ മണിക്കൂറുകളാണ്. ഉറക്കം കുറയുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂടുന്നു. ഷോപ്പിംഗ് ഒരു തീരുമാനത്തിൽ നിന്ന് പതിയെ ഒരു ശീലമായി മാറുന്നു. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊരു കെണിയാണെന്നാണ്. അതുകൊണ്ട് ആപ്പ് തുറക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിക്കുക, എന്താണ് വേണ്ടത്, എത്ര രൂപ ഞാൻ ചിലവഴിക്കും, എപ്പോൾ നിർത്തും എന്നെല്ലാം. ഒരു കാര്യം ഓർക്കുക, അവരുടെ ലാഭക്കണക്കുകളെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നിങ്ങളുടെ സമയവും ശ്രദ്ധയും.